നമസ്കാരം. കൊല്ലത്ത് SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്നാലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണത്തിൽ ഞെട്ടി പോലീസ്. ഗവർണർ കടന്നുപോകുന്ന വഴിയിൽ കരിങ്കൊടിയും ബാനറുകളും ഉയർത്തിയ SFI പ്രവർത്തകർക്ക് മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗവർണർ കുത്തിയിരുന്നു. പ്രതിഷേധക്കാർക്കെതിരെ നടപടിയെടുക്കാതെ പോകില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഗവർണർ. സമരക്കാർ പോലും ഇതോടെ പ്രതിഷേധത്തിലായി. ഇതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സെക്രട്ടറിയെയും വിളിച്ചു. പ്രതിഷേധക്കാർക്കിടയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഗവർണർ നടന്നെടുക്കുകയായിരുന്നു. ഇതിനിടെ ഗവർണറുടേത് ഷോ എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. കൊല്ലത്തുണ്ടായത് നാടകീയ രംഗങ്ങളാണ്. തൻ്റെ പേഴ്സണൽ സെക്രട്ടറിയോട് അമിത്ഷായെ വിളിച്ച് സംസാരിക്കാനും പ്രധാനമന്ത്രിയോട് തനിക്ക് സംസാരിക്കണമെന്ന് കുത്തിയിരുന്നുകൊണ്ട് ഗവർണർ ആവശ്യപ്പെട്ടു. പോലീസിനെതിരെയും ഗവർണർ ഗുരുതര ആരോപണം ഉന്നയിച്ചു. പ്രതിഷേധക്കാർക്ക് പോലീസാണ് സംരക്ഷണം ഒരുക്കുന്നതെന്നും പോലീസ് സംരക്ഷണത്തിലാണ് അവരെ അയക്കുന്നതെന്നുമാണ് ഗവർണർ ആരോപിക്കുന്നത്. മോഹൻ അമിത്ഷായോട് സംസാരിക്കും, പ്രധാനമന്ത്രിയോട് എനിക്ക് സംസാരിക്കണം, ഞാൻ ഇവിടെ നിന്ന് പോകില്ല. പോലീസ് സംരക്ഷണത്തിലാണ് ഇവരെ ഇവിടെ എത്തിച്ചത്, പോലീസാണ് സംരക്ഷണം ഒരുക്കുന്നത്. പോലീസ് തന്നെ നിയമം ലംഘിച്ചാൽ ആരാണ് നിയമം സംരക്ഷിക്കുന്നതെന്നും ഗവർണർ പോലീസിന് നേരെ ആക്രോശിച്ചു. സംസാരിച്ച് അദ്ദേഹത്തെ തിരികെ വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചുവെങ്കിലും പോലീസിന് നേരെ ആക്രോശിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള കടത്തണ്ണയിൽ കയറി കുത്തിയിരുന്നു. തുടർന്ന് കേന്ദ്രത്തിന് ഇടപെടൽ ആവശ്യപ്പെടുകയായിരുന്നു. തീർത്തും രോഷാകുലനായിരുന്നു ഗവർണർ. പ്രതിഷേധക്കാരെ നേരിടുകയായിരുന്നു ഗവർണർ. പ്രവർത്തകർക്ക് നേരെ ഗവർണർ ക്ഷുഭിതനായി നടന്നെത്തി. പോലീസിനെ രൂക്ഷമായി ശകാരിക്കുകയും ചെയ്തു. വാഹനത്തിൽ തിരിച്ചു കയറാൻ കൂട്ടാക്കാതെ ഗവർണർ ഏറെ നേരമായി റോഡിന് സമീപത്തെ ചായക്കടയുടെ മുന്നിലിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധം ഏകദേശം 1 മണിക്കൂറോളം പിന്നിട്ട് കഴിഞ്ഞു. കരിങ്കൊടി കാണിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവരെ കരുതൽ കസ്റ്റഡിയിൽ എടുത്തില്ല എന്ന് പോലീസിനോട് ചോദിച്ചുകൊണ്ടാണ് ഗവർണറുടെ അസാധാരണ നീക്കം. 17 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചെങ്കിലും 50-ലധികം പേരുണ്ടായിരുന്നുവെന്നാണ് ഗവർണറുടെ മറുപടി. മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്നും ഗവർണർ ചോദിച്ചു. പുറത്തിറങ്ങിയ ഗവർണർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ നിന്ന് കടയിലേക്ക് കയറി. അവിടെ ഇരുന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. കാറിൽ നിന്നും തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഗവർണർ പുറത്തിറങ്ങിയത്. പ്രതിഷേധക്കാർ കാറിനടുത്തെത്തിയെന്ന് ഗവർണർ ആരോപിക്കുന്നുണ്ട്. തന്റെ യാത്രയ്ക്ക് സർക്കാർ മതിയായി സുരക്ഷ ഒരുക്കുന്നില്ലെന്നും പോലീസിനെ നിയോഗിക്കുന്നില്ലെന്നും ഗവർണർ ആരോപിച്ചു. സദാനന്ദപുരത്ത് സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനായാണ് ഗവർണർ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത്. ഇതിനിടെയാണ് നാടകീയ സംഭവങ്ങളുണ്ടായത്. കൊല്ലത്ത് കുത്തിയിരിക്കുന്നതിനിടെ ജീവനക്കാരോട് നിരന്തരം സംസാരിക്കുന്നുണ്ട്, തമാശകളും പറയുന്നു. പോലീസ് എങ്ങനെയും ഗവർണറെ അനുനയിപ്പിച്ച് പറഞ്ഞയക്കാനുള്ള ശ്രമത്തിലുമാണ്. കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ രൂക്ഷ അഭിപ്രായങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഗവർണർക്കെതിരെ SFI പ്രതിഷേധം. ഗവർണറുടെ കാറിനടുത്ത് വരെ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. ഇതിനിടെ പ്രവർത്തകർ കാറിനടുത്തേക്ക് എത്തിയെന്ന ആരോപണമാണ് ഗവർണർ ഉയർത്തുന്നത്. കുറച്ചു കാലമായി SFI ഗവർണർക്കെതിരെ പ്രതിഷേധത്തിലാണ്. എന്നാൽ കുറച്ചു കാലമായി പ്രതിഷേധത്തിന്റെ തോത് കുറഞ്ഞിരുന്നു. നയപ്രഖ്യാപനം പൂർണ്ണമായും വായിക്കാതെ ഗവർണർ വീണ്ടും വിവാദത്തിന് പുതിയ തലം നൽകി. ഇതിന് പിന്നാലെയാണ് പുതിയ പ്രശ്നം. വാഹനത്തിൽ നിന്ന് റോഡിലിറങ്ങി പ്രവർത്തകരോടും പോലീസിനോടും കയർത്ത ഗവർണർ റോഡിൽ തന്നെ പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാരെ സംരക്ഷിക്കുന്നത് പോലീസാണെന്നും അവർക്കെതിരെ കേസെടുക്കാതെ വാഹനത്തിൽ കയറില്ലെന്ന് പറഞ്ഞ് റോഡിന് സമീപമിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ഗവർണർ. അതേസമയം നേരത്തെ കരിങ്കൊടി കാണിക്കുന്നവരോട് വിരോധമില്ലെന്നും ഗവർണർ പ്രതികരിച്ചിരുന്നു. കരിങ്കൊടി കാണിക്കുന്നവർക്ക് ആശംസകൾ, അവരോട് തനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അവരെൻ്റെ കാറിലിടിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. എന്നെ ഇടിക്കണമെന്നതാണ് അവരുടെ ആവശ്യമെങ്കിൽ താൻ കാറിന് പുറത്തിറങ്ങുമെന്ന് നേരത്തെ ഗവർണർ പ്രതികരിച്ചിരുന്നു. കരിങ്കൊടി കാണിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവരെ കരുതൽ കസ്റ്റഡിയിൽ എടുത്തില്ല എന്ന് പോലീസിനോട് ചോദിച്ചുകൊണ്ടാണ് ഗവർണറുടെ അസാധാരണ നീക്കം. 17 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചെങ്കിലും 50-ലധികം പേരുണ്ടായിരുന്നുവെന്നാണ് ഗവർണറുടെ മറുപടി. മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്നും ഗവർണർ ചോദിച്ചു. പുറത്തിറങ്ങിയ ഗവർണർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ നിന്ന് കടയിലേക്ക് കയറി. അവിടെ ഇരുന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. കാറിൽ നിന്നും തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഗവർണർ പുറത്തിറങ്ങിയത്.